നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത നമ്പറല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കാതെ നിങ്ങൾക്ക് കിട്ടിയ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്പറുകളല്ല, നിങ്ങളുടെ ആധാർ നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്പറല്ല. മാന്ത്രിക കളരിയുടെ 3-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അഭേദ്യമായ ചില ബന്ധങ്ങൾ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം, പ്രകൃതിയുടെ നിയമം എന്നിവ കൃത്യമായി കൂട്ടിച്ചേർന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ മൊബൈൽ, ആധാർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ. നിങ്ങൾക്ക് പുരുഷൻ, സുരേഷ്, ബാബു, സുധീഷ് എന്നിങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട്. എന്നാൽ നിങ്ങൾ സൂക്ഷിക്കണം, എപ്പോൾ പണി വരുമെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ആരാണ്, എന്താണ്, നിങ്ങളുടെ ഭാഗ്യവും നിർഭാഗ്യവും നിങ്ങളുടെ പേരിലും ഒളിഞ്ഞിരിക്കുന്നു. ജനിച്ച സമയത്ത് നിങ്ങളെ ഒന്നും ആലോചിക്കാതെ ഇട്ടിട്ടുള്ള ആ നാമങ്ങൾ, പേര് നിങ്ങളുടെ മാതാപിതാക്കളൊന്നും ചിന്തിച്ചൊന്നും ഇട്ടിട്ടുള്ളതല്ല. അതിലൊരു സത്യവും യാഥാർത്ഥ്യവും നിങ്ങൾ ജനിച്ച ടൈമും കൃത്യമായിട്ടുണ്ട് അതിനകത്ത്. എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഒരു വ്യക്തിയുടെ ഭാഗ്യവും നിർഭാഗ്യവും സംഖ്യാശാസ്ത്രം, ജ്യോതിഷം, താന്ത്രികം, പ്രകൃതി നിയമം, ആ വ്യക്തിയുടെ പേര് എന്നിവയാൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിവിടുത്തെ പ്രകൃതി നിയമമാണ്. അത് ആർക്കും മാറ്റി എഴുതാൻ കഴിയില്ല. ഞാൻ ചില അക്കങ്ങൾ പറയും. 8 0 8 5 8 6 0 3 2 6 എന്നിങ്ങനെ അക്കമുള്ള മൊബൈൽ നമ്പർ നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വളരെ കരുതലോട് വേണം അവരോട് ഇടപഴകാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ പണി വരും. കാരണം 8 എന്ന സംഖ്യ 3 തവണ ആവർത്തിച്ചാൽ 2 0 അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ചതിക്കും, ഉറപ്പ്. അവസാനം 26 എന്ന 26 എന്നുള്ള നമ്പരും 8 ആദ്യവും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയോടും മക്കളോടുമല്ല, ആരോടും നീതി കാണിക്കില്ല. എന്നാൽ ഇവർക്കൊരു ചെറിയ വിശേഷ ഗുണമുണ്ട്. കഠിനാധ്വാനികളായിരിക്കും, ഇഷ്ടംപോലെ പണം സമ്പാദിക്കും, ആഡംബരപ്രിയരായിരിക്കും. എവിടെയും ഞാൻ പറയുന്നത് അംഗീകരിക്കണം, എനിക്ക് വേണം സ്ഥാനം എന്നുള്ള അതിമോഹം ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഈ അതിമോഹത്തിന് വേണ്ടി കടം വാങ്ങിയാലും ഒരുപാട് സമ്പത്ത് സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ചെലവഴിച്ച് എവിടെയെങ്കിലും ഒക്കെ ആളാകാനുള്ള ശ്രമങ്ങൾ എപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകും. ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഫാൻസി നമ്പറായി ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ മൊബൈൽ നമ്പർ എടുത്തു വെക്കുക. നിങ്ങളുടെ കൂടെ ബാങ്ക് അക്കൗണ്ടിലെ പാസ്ബുക്കും ആധാറും ഒന്ന് എടുത്തു വെച്ചോളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ പരീക്ഷിച്ചോളൂ. ഒന്നിലധികം തവണ നിങ്ങൾ തിരഞ്ഞെടുക്കാത്ത മൊബൈൽ നമ്പറും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാറും ആ നമ്പറുകൾ ബന്ധമുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ലക്ക്. നിങ്ങൾ ആരാണെന്ന് കൃത്യമായി, നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ കാര്യം എന്തെന്ന് ഞാൻ പറഞ്ഞു തന്നിരിക്കും. അതാണ് മാന്ത്രിക കളരി. ഇവിടെ പണം ആവശ്യമില്ല, കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതിനോടെ എനിക്ക് താല്പര്യമുള്ളൂ. ഞാൻ ഇതൊക്കെ മുമ്പ് 2 വീഡിയോ ചെയ്തിരുന്നു. മാന്ത്രിക കളരിയിൽ ഓല കൊണ്ടുള്ള 2 വീഡിയോ ചെയ്തിരുന്നു. ഒന്ന് ഒരു വീടിൻ്റെ ഈശ്വര ചൈതന്യം, ഞാൻ വാസ്തു നോക്കാൻ പോകുന്നത് അങ്ങനെയാണ്. ഈശ്വര ചൈതന്യം ഏതൊരു ഭൂമിയിൽ അത് ആദ്യം കണ്ടതിന് ശേഷമാണ് ആ ഈശ്വര ചൈതന്യം എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞിട്ടാണ് അവിടെയാണ് വീടിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത്.
അതിനുശേഷം ഈശ്വരനുമായിട്ട് ഇത്ര അടി അകലങ്ങൾ പാലിച്ച് ആ ഭൂമിയിലെ ജല സ്രോതസ് എവിടെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അതും ഞാൻ ജലം കണ്ടെത്തുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അപ്പം നമ്മളുടെ അഭേദ്യമായ ബന്ധങ്ങൾ, നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ, നമുക്ക് എന്തായി തീരണം, എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നതിന് ചില നമ്പറുകളുടെ പെശകുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായി അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള തന്ത്രവും ഞാൻ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഔട്ടം ദിന ആശംസകൾ. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.